ഹലോ മക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുജിൻ, ഞാൻ കിരൺ ആൻഡ് വെൽക്കം ടു ചെറ പറ. റിയാക്ഷൻ. അപ്പോൾ നമ്മൾ വളരെയേറെ എക്സ്പെക്റ്റേഷനോടെ കാത്തിരുന്ന ടർബോ കണ്ടിരിക്കുകയാണ് ഇവർ രണ്ടാളും. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് സുജി പടം? പടം എനിക്കൊരു ബിലോ ഏവറേജ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. കാരണം എനിക്ക് ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ എനിക്ക് പുതിയതൊന്നും ഫീൽ ചെയ്തില്ല. ആ സ്ഥിരം ടെംപ്ലേറ്റ് സാധനമില്ലേ, സ്ഥിരം ഈ കോർപ്പറേറ്റ് വില്ലൻ എപ്പോഴും കോർപ്പറേറ്റ് ആയിരിക്കും. പിന്നെ ഒരു ഹീറോ ഉണ്ടാവും. ആ ഹീറോൻ്റെ ഈ പഴയ തമിഴ് പടങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഹീറോൻ്റെ ഗ്രാമത്തിൽ വൻ സംഭവമായിരിക്കും. അവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഹീറോ വേറെ ടൗണിലേക്ക് പോകും. അപ്പോൾ അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വില്ലനെ ഇട്ടൊരു പൊട്ടി. അതോടുകൂടി പിന്നെ ഇവർ തമ്മിൽ അടിയാണ്. അതോടുകൂടി അവസാനം തല്ലി തീർക്കും. ഇതേ സെയിം പാറ്റേൺ ആണ് എനിക്കിതിൽ തോന്നിയത്. ഒരുപാട് പോസിറ്റീവ്സ് എനിക്ക് തോന്നി, പടത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് തോന്നി. പക്ഷേ എനിക്ക് ഓവറോൾ ഒരു വൺ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം ഇതിലത്തെ വില്ലൻ പറയുന്നുണ്ട് സച്ച് എ ക്ലീഷേന്ന്. ആ ഒരു മൂടാണ് എനിക്ക് തോന്നിയത്. അതൊരു ആവറേജ് പടമായിട്ടാണ് ബിലോ ആവറേജ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിനക്ക് എന്ത് തോന്നി? മമ്മൂട്ടി ഫാൻ ബോയ്. മമ്മൂട്ടി ഫാൻ എന്ന നിലവിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് എന്നാലും നീ പറഞ്ഞ ബിലോനെറ്റിക്ക് ഒരു എബോ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നീ പറഞ്ഞ പോലെ ഒന്ന് മമ്മൂട്ടി ഫാൻ ആയിരിക്കുക, അതുകൊണ്ടായിരിക്കാം ഒന്ന്. പിന്നെ ഒരു ഓഡിയൻസ് ലെവലിൽ എനിക്ക് എന്താ വെച്ചാൽ ഒരു ആ പടത്തിൻ്റെ ഒരു എനർജി നല്ല നിർത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. കാരണം ആ പടം തുടങ്ങിയ ഒരു മൂഡ് അങ്ങനെ തന്നെയാണ്. അതായത് ഇത് നാട്ടുംപുറത്ത് തുടങ്ങിയ ഒരു അച്ഛൻ്റെ കഥ എങ്ങനെ തുടങ്ങി, അയാൾ വേറെ പ്രശ്നത്തിൽ പെട്ട് നീ പറഞ്ഞ പോലെ ഒരു വില്ല അതിലേക്ക് അവരുടെ ജീവിതം എൻട്രി ചെയ്ത് പിന്നെ അവരെ പോലെ അടിച്ച് പിന്നെ അത് വില്ല രക്ഷപ്പെടുന്നു. അതൊക്കെ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു വരവുണ്ടല്ലോ, അതൊക്കെ നീ പറഞ്ഞ പോലെ ക്ലീഷ ആണെങ്കിൽ കൂടി തന്നെ ആ പടം നല്ല നിർത്തിയ ഒരു ഇതുണ്ട്, എനർജി മ്യൂസിക്. അതിൽ മ്യൂസിക്കാണ് മെയിൻ. നീ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് പോസിറ്റീവ്സ് തോന്നി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് മ്യൂസിക് തന്നെയാണ്. ആ പടം 100% സർവൈവ് ചെയ്യുന്നത് മ്യൂസിക്കിൻ്റെ വിലയാണ്. നമ്മുടെ ഈ അനിരുദ്ധ് അതിൻ്റെ ജയിലറിൽ ചെയ്തൊരു പരിപാടിയില്ലേ, ആ മൂടാണ് പടം. വിത്തൗട്ട് മ്യൂസിക് പടം ബിലോ ആവറേജിനെക്കാട്ടും താഴെ പോകും. അല്ല, അതെനിക്ക് തോന്നിയ കാര്യം കേട്ടോ. പടം മ്യൂസിക് നിലനിർത്തിയിട്ടുണ്ട്. കാരണം പല ഭാഗങ്ങളും ലാഗ് അടിപ്പിക്കണ്ടെന്ന് കാണുമ്പോൾ മ്യൂസിക് കയറ്റിക്കൊണ്ടിരും. അതെ, അതിൽ കുറെ കാർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. അത് പിന്നെ എനിക്ക് പോസിറ്റീവ് തോന്നിയത് ഇൻട്രോ. മമ്മൂക്കയുടെ ഇൻട്രോ ഞാൻ പ്രതീക്ഷിച്ചത് ടിപ്പിക്കൽ വൈശാഖ് മൂവി ടൈപ്പ് സാധനമാണെന്നാണ് വിചാരിച്ചു. പക്ഷേ അതൊന്നുമില്ല, സ്പോയിലറാണ്. ഒരു സിമ്പിളായിട്ട് മമ്മൂക്കയെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ എനിക്ക് ആ ഒറ്റ ഇൻട്രോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. പടം വേറെ ട്രാക്ക് പിടിക്കും, സ്ഥിരം ടിപ്പിക്കൽ സാധനമല്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ സ്ഥിരമല്ല മമ്മൂക്കയുടെ എന്താ പറയുക സ്ഥിരം ടെംപ്ലേറ്റ് ഒരു ഇൻട്രോ സീനാണ് പിന്നെ മമ്മൂക്കിക്ക് വന്നത്. പക്ഷെ ആ സീനിലത്തെ പവർ വൈബ് നല്ല പവർ സീനായിരുന്നു ഇൻട്രോ സീൻ. അതാണ് ഞാൻ പറഞ്ഞു, ആ എനർജി ഉള്ളതുകൊണ്ടാണ് ഈ പടം എനിക്ക് പേഴ്സണലി ഒരു എബോ ആവറേജ് എന്ന് പറയാനുള്ള കാരണം. പിന്നെ തോന്നിയ പോസിറ്റീവ് എന്താ? പിന്നെ തോന്നിയ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ കാസ്റ്റിങ്. അതായത് എനിക്ക് ആഫ്റ്റർ പോത്തൻവാവ ഒരു അമ്മ മകൻ പോകുമ്പോൾ ഓട്ടർ കിട്ടിയത് ഈ പടത്തിലാണ്. അത് ആ ബിന്ദു പണിക്കര് എന്നുള്ള ഒരു ആളെ അഭിനയം നമുക്ക് അറിയാം ഓൾറെഡി. പക്ഷേ ഈ പടത്തിൽ എന്താ പറയുക, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബിന്ദു പണിക്കരെ ഇങ്ങനെ കാണാൻ പറ്റി. ഇത്തിരി പ്രായമായിട്ടുള്ളൊരു സ്ത്രീയുടെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് മറ്റേ നായകനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, സാധാരണ എല്ലാ പടത്തിലും ഒരു സൈഡിലോട്ട് നിർത്തി ഇങ്ങനെ ഒരു ക്യാരക്ടറാവും നായകൻ. പക്ഷെ ഇതിൽ കൂടി സീന് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അതായത് ഏതിപ്പോൾ പടത്തിറങ്ങി ഏത് പടാലും തന്നെ ഒരു നായകനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തമിഴ്ന്നോ തെലുങ്കെന്നോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ നായകൻ ഇങ്ങനെ നായകന്മാരുടെ സൈഡിൽ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്ന ഒരു കഥാപാത്രം പറയും. അത് ഈ മാസ് പടത്തിലാണ് ഞാൻ പറയണേ, അല്ലാണ്ട് വേറെ വല്ല മാസ് പടമില്ല. പക്ഷെ ഇതിലെന്തോ ഒരു പൊടിക്ക് നായകൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയൊരു സീൻ കിട്ടിയോ ഇല്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അത് എൻ്റെ തോന്നലായിരിക്കാം, ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം. എന്താ നിൻ്റെ അഭിപ്രായത്തിൽ? എനിക്ക് പറഞ്ഞില്ല, ആ കാസ്റ്റിങ്ങിൽ എനിക്ക് ഇത് പറഞ്ഞ പോലെ സ്റ്റണ്ണിങ് ആയിട്ട് തോന്നിയത് ഈ ബിന്ദു പണിക്കറിൻ്റെ ആ റോൾ തന്നെയാണ് സ്റ്റണ്ണിങ് ആയിട്ട് തോന്നിയത്. മമ്മൂക്കയ്ക്ക് ഒരു എന്താ പറയുക, ഇതൊരു പീസ് ഓഫ് കേക്കാണ്. ഇതിലൊരു മാരകമായി എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ മാത്രം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മമ്മൂക്കയ്ക്ക് ഇതൊരു എന്താ പറയുക, ഒരു മമ്മൂക്കയുടെ അഭിനയം അടിപൊളിയായിരുന്നു.
അതായത് ഇത് നാച്ചുറലാണ്, പുള്ളിക്ക് നാച്ചുറലായിട്ട് വരുന്നൊരു സംഭവമാണ്. പടം അതെ, സ്റ്റണ്ണിങ് ആയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആരുടെങ്കിലുമൊക്കെ പെർഫോമൻസോ അങ്ങനെ കാസ്റ്റിങ്ങിൽ എനിക്ക് ഫോർ എക്സാമ്പിൾ മറ്റേ വില്ലൻ രാജ്ബി ഷെട്ടി, ആ കാസ്റ്റിങ് സൂപ്പറായിരുന്നു. പക്ഷേ ആ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ആ ഇൻഡിവിജ്വലിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഹൈപ്പോ പിന്നെ കൊടുക്കുന്ന കുറച്ച് എന്താ പറയുക അതിൻ്റെ ഒരു ഇൻട്രോ സീനുകൾ, വില്ലനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീനുകൾ, അതുകൊണ്ട് കൂടിയിട്ടൊരു വില്ലൻ കുറച്ച് ആളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പടത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതെനിക്കൊരു പോസിറ്റീവായിട്ട് ഇല്ല തോന്നിയത്. ആ വില്ലൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സാധനങ്ങളൊക്കെ എനിക്ക് ഈ നെഗറ്റീവിൽ ഈ പടത്തിന് എനിക്കൊരു ബിലോ എവറേജ് ആയിട്ട് തോന്നാനുള്ള കാരണം തന്നെ ആ വില്ലനാണ്. വില്ലൻ്റെ ഹൈപ്പാണോ അതിൻ്റെ പ്രശ്നം? വില്ലൻ്റെ അതായത് ആ ഹൈപ്പ് ഉണ്ടാക്കുന്നത് തന്നെ ഭയങ്കര ടെംപ്ലേറ്റ്, അതായത് കൊടൂര ക്രൂര വില്ലൻ ടെംപ്ലേറ്റ് സാധനമാണ്. അതിന് വേണ്ടിയിട്ട് ആൾ കുറേ ബ്രൂട്ടൽ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ആന്ധ്ര പുള്ളി തന്നെ പറയണ പോലെ ഭയങ്കര എനിക്ക് ക്ലീശ ഇഷ്ടമല്ല എന്നാണ് വില്ലൻ പറയുന്നത്. പക്ഷെ വില്ലൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലീശ സാധനങ്ങളാണ്. പുള്ളി ഒരു പക്ഷേ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആയിരിക്കാം. ക്രോസ് വോയിസറിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വില്ലൻ ഇങ്ങോട്ട് പോകുന്ന വില്ലൻ ഒരു തോക്ക് വെച്ച് അത് ഓക്കെ അറിയാലോ. കാരണം ഇപ്പൊ നായകന്മാരെ കയ്യിൽ തോക്ക് പൊട്ടില്ലെങ്കിൽ പിന്നെ വില്ലന്മാര് തോക്കെടുക്കില്ല, വട്ടി എടുക്കുള്ളൂ. അതെ, അത് പണ്ടും ഹസ്ബൻഡ് ഇങ്ങനത്തെ പടത്തിനെ ചോദിക്കരുത്. എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ നിന്നോട് പറയാം. അതെ അതൊക്കെ. പക്ഷെ അത് ഈ മിഥുൻ മാനുവൽ ഇപ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ചെയ്യപ്പെടുന്ന ഒരു റൈറ്ററാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ റൈറ്റർ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കുറച്ചെങ്കിലും എനിക്കത് അത്രയും ഒരു ഭയങ്കര ഒരു ബിലോ ആവറേജ് ഒരു സ്റ്റോറി പ്ലോട്ടും സ്ക്രിപ്റ്റും വില്ലൻ്റെ വില്ലൻ എപ്പോഴും ബെറ്റർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഹീറോയിന് എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇതിൽ ഹീറോ ഓൾറെഡി സ്ഥിരം മാസപടങ്ങൾ പോലെ ഭയങ്കര പുള്ളി നമുക്ക് ഉറപ്പാണ് പുള്ളിനെ എന്തെങ്കിലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. പക്ഷെ വില്ലനും കൊടൂര വില്ലനുമാണ്. പക്ഷെ ഇവർ മൈൻഡ് ഗെയിമോ ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോ ഉള്ള അവസാനത്തൊരു അടിയിലേക്ക് കൂടെ നിർത്തിയിരിക്കുക. അവൻ്റെ വില്ലനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങ പന്നി ഫാം അല്ലെങ്കിൽ ഇറച്ചി ഫാം, ഇതിലിപ്പോ ഒരു ഫിഷിന്റെ പരിപാടിയാണ്. വില്ലനെ പറയുന്ന പോലെ ക്ലീശ ഇല്ലാന്ന് പറഞ്ഞിട്ട് ക്ലീശയുടെ അംഗീകരിയായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇവിടെ ബിലോ എവറേജ് ആയിട്ട് തോന്നിയത്. അല്ല, എനിക്ക് ഈ പടം ഇങ്ങനത്തെ ഒരു കഥാപാത്രം, അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രം ജോസ് എന്നുള്ള കഥാപാത്രം പിന്നെ ഇതിലിപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാൻ പറയാം. കാരണം അത് ഒന്നാമത് അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ഇതിൽ പോകാൻ പാടില്ല. ഈ പടത്തിൻ്റെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒരു ഇടിപ്പടം ആ ലെവലിൽ പോകാൻ പറ്റും. പക്ഷേ ഓക്കെ പിന്നെ എന്താ വെച്ചാൽ ഈ നാട്ടിൻപുറത്തെ ഒരു സാധാരണ ഒരു അച്ചായം ഫാമിലി എന്ന് പറഞ്ഞ ഒരാള് ഒരു വില്ലനോട് ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇയാൾ ടെക്നിക്കലായിട്ട് ഇയാൾക്ക് അറിയില്ല. ആൾക്ക് അറിയുന്നത് ആകെ 4ാം ക്ലാസ് കുസ്തി മറ്റേ മണി കലാമണി പറഞ്ഞ പോലെ അത് മാത്രമേ അറിയുള്ളൂ. അത് വെച്ചിട്ടാണ് നേരിടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അതൊന്നും ഓടിയത് എൻ്റെ വിഷയമല്ല. നിങ്ങൾ കട്ടപ്പന നാളെ കൊടുക്കോ, ഇടുക്കി നാളെ കൊടുന്നോ, നിങ്ങൾ കൊടൂര വില്ലനെ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവം വേണ്ട. ഈ അവസാനം കാട്ടിയിൽ കൊണ്ട് അവസാനിപ്പിക്കാനാണെങ്കിൽ അതാണ് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ്. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ അത് വില്ലന് ഹൈപ്പ് കൊടുത്തു എന്ന് മാത്രം അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ എനിക്ക് വില്ലൻ്റെ ഹൈപ്പ് കുറച്ച് ഓവറായി പോയത് ആ മറ്റേ IT കമ്പനി വെച്ചൊരു കൊല്ലണ സീൻ ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു പണി ഉണ്ടാവുക. അത് ഞാൻ പറയുന്നത് അല്ലേ, അതാണ് കാര്യം പറയട്ടെ. വില്ലന്റെ കോൺസെപ്റ്റ് പ്രകാരം കൂടുതൽ സ്പോയിൽ ആക്കാണ്ട് പറഞ്ഞു. അല്ല, വില്ലന്റെ ഇതിൽ സ്പോയിലർ അലർട്ടാണ് ഇപ്പോൾ കാണാത്തൊരാരും കാണരുത്. ആ വില്ലനാണെങ്കിൽ സ്കിപ്പ് ചെയ്തു. വില്ലന്റെ കോൺസെപ്റ്റ് പ്രകാരം വില്ലൻ സൈക്കോ ആണ്. വില്ലന്റെ സൈക്കോ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ മർഡറൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണണം. എന്തുകൊണ്ട് പെർട്ടിക്കുലർ മറ്റേ സ്റ്റേഷൻ സീനില് പുള്ളി ഇവന് കാണണ്ടേ? ഇപ്പോൾ വില്ലന് പുള്ളി പോയി ഓക്കെ ബൈ നിങ്ങൾ നോക്കിക്കോ ഞാൻ പോവാത്. പുള്ളി ഇങ്ങനെ റോൾസ് റോയ്സിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. ആ സീനോട് കൂടി തന്നെ ഞാൻ ഡിസ്കണക്ട് പോയി. അത് വില്ലൻ ഭയങ്കര വീക്കായി പോയി. വില്ലന്റെ സ്വഭാവം വെച്ച് ഓൺ സ്പോട്ടിൽ പുള്ളി കൈകാര്യം ചെയ്ത കേസാണത്. ഒരു സ്നൈപ്പർ വെച്ച് തീർന്ന പ്രശ്നം അല്ല ശരിക്കും ആ ലെവലിലേക്ക് നമ്മൾ പോണില്ല. അങ്ങനെ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും നടക്കില്ല. പക്ഷെ ഒരു വില്ലനെ ഡിസൈൻ ചെയ്യുമ്പോൾ അയാൾക്ക് തുടക്കം തൊട്ട് അവസാനം വരെ അയാൾക്കൊരു പെർട്ടിക്കുലർ ഒരു രീതി അയാൾ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് വില്ലൻ തുടക്കത്തിലാണ് തുടങ്ങി സ്ഥിരം ഇന്നത്തെ പടങ്ങൾ സംഭവിക്കുന്നതാണ്. വില്ലൻ തുടക്കത്തിൽ വൻ സെറ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ടുവേർഡ്സ് എൻ്റെ ആൾക്ക് ഒന്നും ചെയ്യാനില്ല. അവസാനം നായരോട് കൂടിയിട്ട് അടിയിലോട് പരിപാടി അവസാനിക്കും. അതേ സെയിം ടെംപ്ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ മറ്റേ സാധനമൊക്കെ ഉണ്ട്, ബാറ്റ്മാൻ റെഫറൻസ് സാധനം കണ്ടോ? അതുണ്ട്.
അതായത് ബാറ്റ്മാനിലെ മറ്റേ സാധനം ഉണ്ട്, ഒന്നെങ്കിൽ നീ നിന്റെ കാമുകിനെ രക്ഷിക്കാൻ പോക്കും. സ്പോയിലറാണ് അത് സ്പോയിലറിന്റെ ഓക്കെ. കുറച്ച് എന്റർടൈൻമെന്റ്, അതായത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടിരിക്കുക, 2 മണിക്കൂർ 2.5 മണിക്കൂർ കണ്ടിരിക്കുക. മാസ് മസാല പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരിട്ടാ. അതെ, ഓവർ എക്സ്പെക്ടേഷനിൽ പോയിട്ട് ഈ പടം ആ ഓവർ എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് എമർമോട് എന്തോ പറയുന്നുണ്ട്. പറയാൻ വരുന്നേ. സെക്കൻഡ് ഹാഫ് എനിക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് അപ്പൊ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ പടം ഇങ്ങനെയാണ് മമ്മൂട്ടി ഇടിച്ച് പൊട്ടാണെന്ന് പറഞ്ഞ് പോയിട്ട് നിങ്ങൾക്ക് നിരാശ എന്തായാലും. അതെ, സെക്കൻഡ് ഹാഫിലേക്ക് അല്ല സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് ഇട്ടുണ്ട്. അതൊരു സർപ്രൈസ് ആയിട്ട് ശരിക്കും പറഞ്ഞു എനിക്ക് സർപ്രൈസ് ആയത്. എനിക്ക് ഇനി പ്രതീക്ഷിച്ച എന്താ വെച്ചാൽ കേമി അപ്പത്തെ ഒരു ട്രെൻഡാണ്. കേമി സെക്കൻഡ് പാർട്ട് അനൗൺസ് ഇതൊക്കെ ഒരു ട്രെൻഡാണ്. അതിലൊരു ട്രെൻഡ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞോ? മ്യൂസിക് നീ പറഞ്ഞല്ലോ, അവര് എഡിറ്റർ ഡയറക്ഷൻ എല്ലാം കൊണ്ടും ഓക്കെ. അതെ, എനിക്കൊരു ബിലോ ആവറേജ് ആണ്. എനിക്കൊരു എബോ ആവറേജ് എക്സ്പീരിയൻസ്. അപ്പോൾ 2 ആവറേജ് കൂടിയിട്ട് നിങ്ങൾ കണ്ടിട്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ കമന്റ് ബോക്സിൽ. അപ്പം ഞങ്ങളുടെ അഭിപ്രായം ആയിരിക്കില്ല, ഞങ്ങൾ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായം. അതെ. അപ്പം നിങ്ങളുടെ ഞങ്ങൾ 2 തരത്തിൽ നിന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ബൈ. ഓക്കെ ബൈ.